Hello everyone, welcome back to Xylem Learning. Akshay sir ആണ്. So life process എന്ന് നമ്മുടെ ബയോളജിയിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഫസ്റ്റ് ചാപ്റ്റർ ആണ് 10th CBSE ഈ ഒരു ചാപ്റ്റർ ചുരുങ്ങിയ സമയം കൊണ്ട് വളരെ എഫക്റ്റീവ് ആയിട്ട് പഠിപ്പിക്കാനാണ് സാറ് വന്നിട്ടുള്ളത്. എല്ലാവരും കൃത്യമായി വീഡിയോ തുടക്കം മുതൽ ഒടുക്കം വരെ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കെല്ലാം തന്നെ നിങ്ങൾക്ക് ഉത്തരം നൽകാൻ പറ്റും. അത് സാറ് തരുന്ന ഉറപ്പാണടാ. തുടങ്ങാം നമ്മുടെ ചാപ്റ്റർ ഏതാണ്? ലൈഫ് പ്രോസസ് ആണ്, കോൺസെപ്റ്റ് റിവിഷൻ ആണ്. മക്കളെ നിങ്ങൾക്കറിയാം കോൺസെപ്റ്റ് റിവിഷൻ എന്നൊരു സെഷൻ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ഊഴം ബയോളജിയുടേതാണ്. ബയോളജിയിലെ ലൈഫ് പ്രോസസ് എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകള് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് ഈ ഒരൊറ്റ വീഡിയോയിലൂടെ. സോ തുടങ്ങുകയല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ പഠിപ്പിക്കട്ടെ എന്താണ് ന്യൂട്രീഷൻ, ടൈപ്സ് ഓഫ് ന്യൂട്രീഷൻ. പോഷണം, നമ്മൾ ഭക്ഷണം എടുക്കുന്നതിനെയാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ന്യൂട്രീഷൻ രണ്ട് ടൈപ്പ് ഉണ്ടടാ, രണ്ട് ടൈപ്പ് ന്യൂട്രീഷൻ. ഒന്നാമത്തത് ഏതാ? ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ. രണ്ടാമത്തത് ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ. സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഓട്ടോട്രോഫിക് ആണെന്ന് നമുക്കറിയാം. ഓട്ടോ എന്ന് പറഞ്ഞാൽ എന്താടാ? സെൽഫാണ്. ട്രോഫിക് എന്ന് പറഞ്ഞാൽ ഫീഡിംഗ് ആണ്. സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കും, അത് ഉപയോഗിക്കും. പ്രിപ്പയറിംഗ് their own ഫുഡ് നമുക്കറിയാം. അതിൽ തന്നെ ഫോട്ടോസിന്തറ്റിക്കും കീമോസിന്തറ്റിക്കും ഉണ്ട്. കീമോസിന്തറ്റിക് എന്ന് പറഞ്ഞാൽ ചില ബാക്ടീരിയകള്, സൾഫർ ഓക്സിഡൈസിങ് ബാക്ടീരിയകള് എന്തുണ്ടാക്കുമടാ? കെമിക്കൽ കോമ്പൗണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഫുഡ് ഉണ്ടാക്കും. അത് കീമോസിന്തസിസാ. പിന്നുള്ളത് ഫോട്ടോസിന്തസിസാ. ഗ്രീൻ പ്ലാന്റ്സ് സൺലൈറ്റും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യും. അത് ഫോട്ടോസിന്തസിസ്. അത് ഗ്രീൻ പ്ലാന്റ്സ് ചെയ്യുന്ന പ്രോസസ്സാണ്. പിന്നെ ഇവിടെ ഹെറ്ററോട്രോപിക് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ ഹെറ്ററോ എന്ന് പറഞ്ഞാൽ അതർ എന്നാണ് അർത്ഥം. ഓക്കെ, ഡിഫറന്റ് എന്നും പറയും. അപ്പോ എന്താണ് എന്റെ അർത്ഥം? ഹെറ്ററോട്രോപിക് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡിങ് ഓൺ അതേഴ്സ് ഫോർ ഫുഡ്. അതായത് മറ്റുള്ളവരെ ഭക്ഷണത്തിന് വേണ്ടി ആശ്രയിക്കുന്നവരെയാണ് ഹെറ്ററോട്രോപ്സ് എന്ന് പറയുന്നത്. ന്യൂട്രീഷൻ ഹെറ്ററോട്രോപിക് ന്യൂട്രീഷൻ എന്ന് പറയും. അതിൽ തന്നെ സാപ്രോഫൈറ്റിക് നമുക്ക് പഠിക്കാം. സാപ്രോഫൈറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിക് മാറ്ററിൽ നിന്ന് ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുന്നവരെയാണ് സാപ്രോട്രോഫിക് അല്ലെങ്കിൽ സാപ്രോഫൈറ്റിക് എന്ന് പറയുന്നത്. നമ്മുടെ ഫഞ്ചൈകൾ എന്താണ്? സാപ്രോഫൈറ്റിക് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അടുത്തതിലേക്ക് കടക്കുന്നു. ഫോട്ടോസിന്തസിസ് നമ്മൾ പറഞ്ഞു അല്ലെ? ഫോട്ടോസിന്തസിസ് നമ്മൾ നേരത്തെ ഏതാ? നമ്മുടെ ഓട്ടോട്രോപിക് ന്യൂട്രീഷൻ വരുന്നത് തന്നെയാണ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് പ്രിപ്പയർ ചെയ്യുന്നത് പ്ലാന്റ്സ് അല്ലെ? നമ്മുടെ പ്ലാന്റ്സ്, ഗ്രീൻ പ്ലാന്റ്സ്, അതുപോലെ തന്നെ ആൽഗകൾ എന്ന് വെച്ചാൽ നമ്മുടെ പായലുകളാണ്. ഇതൊക്കെ എന്ത് ചെയ്യും? സൺലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട്, ലൈറ്റ് എനർജി ഉപയോഗിച്ചുകൊണ്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. അതിന്റെ ഇക്വേഷൻ ഇവിടെ കൊടുക്കുന്നു. 6CO2 + 6H2O. ക്ലോറോഫിൽ അത്യാവശ്യമാണടാ. ഗ്രീൻ കളർ ഗിവിംഗ് പിഗ്മെന്റ് ആണ് അല്ലെ? ഗ്രീൻ കളർ കൊടുക്കുന്ന പിഗ്മെന്റ് ആണ് എന്താടാ? ക്ലോറോഫിൽ ഉണ്ടെങ്കിലേ സൺലൈറ്റിനെ ട്രാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. സൺലൈറ്റിനെ ട്രാപ്പ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ക്ലോറോഫിൽ വേണം. എന്ത് കിട്ടി? C6H12O6 എന്ത്? ഗ്ലൂക്കോസ്. പിന്നെന്താണ്? ഓക്സിജൻ റിലീസ് ചെയ്യപ്പെടും. റെഡി? ഓക്കെ. അടുത്തത് ഹെറ്ററോട്രോപിക് ന്യൂട്രീഷനിൽ വരുന്ന, നമ്മൾ നേരത്തെ സാപ്രോട്രോഫിക് പഠിച്ചു അല്ലെ? സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ. അടുത്തത് ഹെറ്ററോട്രോപിക്കിൽ വരുന്നതാണ് പാരസൈറ്റിക് ന്യൂട്രീഷൻ. പാരസൈറ്റിക് എന്ന് വെച്ചാൽ അബ്സോർബ് ന്യൂട്രിയൻ ഫ്രം ഹോസ്റ്റ് ഓർഗാനിസം. മറ്റൊരു ജീവിയുടെ ശരീരത്തിൽ നിന്ന്, അത് പുറത്തു നിന്നും ആവാം, ശരീരത്തിന്റെ ഉള്ളിൽ നിന്നും ആവാം, ന്യൂട്രിയൻസ് ഡിറൈവ് ചെയ്യുന്നവരെയാണ് പാരസൈറ്റ് എന്ന് പറയാം. ന്യൂട്രീഷനെ പാരസൈറ്റിക് ന്യൂട്രീഷൻ എന്ന് പറയും. എന്തു പറയും? പാരസൈറ്റിക് ന്യൂട്രീഷൻ. ലീച്ച്, കസ്ക്യൂട്ട ഇതൊക്കെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. പിന്നെ ഹോളോസോയിക്ക എന്ന് പറഞ്ഞാൽ ഭക്ഷണം വിഴുങ്ങും. ഭക്ഷണം നമ്മൾ വിഴുങ്ങിയതിന് ശേഷം ബാക്കിയുള്ള പ്രോസസ് ഒക്കെ നടക്കുന്നത് ബോഡിക്ക് അകത്താണ്. ഫുഡ് ഈസ് ടേക്കൺ ഇൻ സോളിഡ് ഓർ ലിക്വിഡ് ഫോം ഫ്രം ഔട്ട്സൈഡ്. ഔട്ട്സൈഡിൽ നിന്ന്, പുറത്തുനിന്ന് ഭക്ഷണം നമ്മൾ ഇങ്ങനെ എടുക്കും, നമ്മൾ വിഴുങ്ങും. ഓക്കെ, അതിനുശേഷം ഈ ഭക്ഷണത്തിന്റെ ഡൈജഷനും അബ്സോർപ്ഷനും അസിമിലേഷനും ഒക്കെ ഇവിടെ നടക്കും, ശരീരത്തിന്റെ ഉള്ളിൽ നടക്കും. ഡൈജഷൻ ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് ദ ബോഡി. അപ്പൊ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ന്യൂട്രീഷനും ഹോളോസോയിക് ന്യൂട്രീഷനാണ്. അമീബയുടെ ശരീരത്തിൽ നടക്കുന്നതും ഹോളോസോയിക് ന്യൂട്രീഷനാണ്. മനസ്സിലാവുന്നുണ്ടോടാ? ഓക്കെ ആണെങ്കിൽ അടുത്ത സ്ലൈഡിലേക്ക് പോകുന്നു. ഹോളോസോയിക് ന്യൂട്രീഷന്റെ സ്റ്റെപ്സ് ഇൻ ഹോളോസോയിക് ന്യൂട്രീഷൻ. ഒന്നാമത് ഇൻജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോസസ് ഓഫ് ഇൻടേക്ക് ഓഫ് സോളിഡ് ഓർ ലിക്വിഡ് ഫുഡ്. അതായത് ഭക്ഷണം ഉള്ളിലേക്ക് എടുക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്തു പറയുന്നത്? ഇൻജക്ഷൻ എന്ന് പറയും. ഭക്ഷണം ഉള്ളിലേക്ക് എടുക്കുന്ന പ്രക്രിയയെ നമ്മൾ എന്താ പറയാ? ഇൻജക്ഷൻ എന്ന് പറയും. രണ്ടാമത്തത് ഏതാ? ഡൈജഷൻ.
അപ്പൊ നമ്മൾ ഉള്ളിലേക്ക് എടുത്ത ഫുഡ് കോംപ്ലക്സ് ഫുഡാ. നമ്മൾ ഉള്ളിലേക്ക് എടുത്ത ഫുഡ് കോംപ്ലക്സാ. നമ്മൾ ഉള്ളിലേക്ക് എടുത്ത ഫുഡ് കോംപ്ലക്സ് ഫുഡാ. ഈ കോംപ്ലക്സ് ഫുഡിനെ നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. കോംപ്ലക്സ് ഫുഡിനെ നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. സോ കോംപ്ലക്സ് ഫുഡ് ഹാവ് ടു ബി കൺവേർട്ടഡ് ടു എന്തായി മാറണം? സിമ്പിൾ ആയിട്ട് മാറണം. കോംപ്ലക്സ് ആണ്, അത് എന്തായിട്ട് മാറണം? സിമ്പിൾ ഫോം ആയിട്ട് മാറണം. ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഡൈജഷൻ. ആ പ്രോസസ്സിന്റെ ഡൈജഷൻ എന്ന് പറയും. കൺവേർഷൻ ഓഫ് കോംപ്ലക്സ് ഫുഡ് പാർട്ടിക്കിൾ into simple form so that it can be easily absorbed. Simple easily absorbable ഫോമിലാക്കുന്ന പ്രോസസ്സാണ് ഡൈജഷൻ. തേർഡ് സ്റ്റെപ്പ് ഈസ് അബ്സോർപ്ഷൻ. സോ സിമ്പിൾ ന്യൂട്രിയന്റ് ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഡൈജഷന് ശേഷം. സോ ഈ സിമ്പിൾ ന്യൂട്രിയൻസിനെ ഇങ്ങനെ അബ്സോർബ് ചെയ്യാൻ പറ്റും. സോ പ്രോസസ് ഓഫ് ടേക്കിംഗ് അപ്പ് ഡൈജസ്റ്റഡ് ഫുഡ് ഓർ ന്യൂട്രിയന്റ് ബൈ ദ ബോഡി, ദിസ് ഈസ് കോൾഡ് അബ്സോർപ്ഷൻ. ആൻഡ് ആഫ്റ്റർ അബ്സോർപ്ഷൻ ദ ന്യൂട്രിയന്റ് യൂട്ടിലൈസ് ചെയ്യപ്പെടണം. So that process is called assimilation, where absorbed nutrients got utilized by our body for its functioning. So body function ചെയ്യണം. So അതിന് ഈ ന്യൂട്രിയന്റിനെ നമ്മുടെ സെല്ലുകൾ ഉപയോഗപ്പെടുത്തണം. That is called assimilation. So that comes the fourth step of holozoic nutrition. And kadaisi last step is digestion, where undigested food material is removed from the body. അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള വിസർജ്യ വസ്തുക്കളില്ലേ, വിസർജ്യ വസ്തുക്കൾ വെച്ചാൽ നമ്മുടെ ഭക്ഷണം കഴിച്ച ഭക്ഷണാവശിഷ്ടങ്ങളെ പുറന്തള്ളുന്ന പ്രോസസ്സിനെ ഇജഷൻ എന്ന് നമ്മൾ വിളിക്കും. സോ ഈ 5 സ്റ്റേജസും ഓർത്തു വെക്കുക. ന്യൂട്രീഷൻ ഇൻ അമീബ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ടടാ. ന്യൂട്രീഷൻ ഇൻ അമീബയില ഫസ്റ്റ് ഇൻജക്ഷൻ തന്നെയാണ്. നമുക്കറിയാം അമീബയിലെ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഹോളോസോയിക് ന്യൂട്രീഷനാണ്. ഹോളോസോയിക് ന്യൂട്രീഷൻ അല്ലേ? ഹോളോസോയിക് 5 സ്റ്റെപ്പ്: ഇൻജക്ഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ, ഇജക്ഷൻ. അപ്പൊ അത് ഇൻജക്ഷൻ നോക്കിയേ, ഫുഡ് പാർട്ടിക്കിളിനെ ഇവിടെ കൊടുത്തിരിക്കുന്നു മക്കളെ. ചുവന്ന നിറത്തിൽ ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ ഫുഡ് പാർട്ടിക്കിൾ. സോ ഈ ഫുഡ് പാർട്ടിക്കിളിനെ അമീബ എന്ത് ചെയ്യുന്നു? സ്യൂഡോപോഡിയ എന്ന് പറയുന്ന കപടപാദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഫാൾസ് ഫീറ്റ് അല്ലെ, സ്യൂഡോപോഡിയ എന്ന പ്രൊട്രൂഡിംഗ് സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുകയാണ്, ഭക്ഷണത്തെ വിഴുങ്ങുകയാണ്. ഓക്കെ, എൻഗൾഫിംഗ് ദ ഫുഡ് മെറ്റീരിയൽ. that engulfing process is called phagocytosis. Okay, പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താ? ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസ് എന്ന പ്രോസസ് വഴി food material is taken in, that is ingestion. After that the ingested food material is digested, okay, using some enzyme. So ഇവിടെ ഒരു സാക്ക്, okay, ഒരു വാക്യൂൾ ഫോം ചെയ്യുന്നുണ്ട്, and this is food vacuole. Okay, food vacuole. Food vacuole-നകത്താണ് ഇപ്പൊ ഫുഡ് ഉള്ളത്. Okay, and it gets digested. So after digestion simple nutrients are formed and that is absorbed, right? That is absorbed. The third step is absorption. And next step is assimilation, utilization of the nutrients. So that is assimilation. And at last the undigested food materials eliminate avanam. So you can see it is expelling. Okay, the undigested waste material is removed from the amoeba. The process is called ejection. So we know that this is holozoic nutrition. Ready? So we are talking about human digestive system comprising of 2 main parts. First of all, alimentary canal, that is our digestive tract. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ ആ ഭക്ഷണം വായ മുതല് നമ്മുടെ ഏനസ് വരെ, ഓക്കെ, മലദ്വാരം വരെ സഞ്ചരിക്കും. ആ ഒരു കുഴൽ സംവിധാനത്തെ, ആ ഒരു പൈപ്പിനെ, ആ ഒരു ട്രാക്റ്റിനെ, കനാലിനെ അലിമെന്ററി കനാൽ എന്ന് വിളിക്കും. അലിമെന്ററി കനാൽ മാത്രം ഉണ്ടായത് കൊണ്ട് മനുഷ്യരിലെ ദഹനം കംപ്ലീറ്റ് ആവില്ല, ഡൈജഷൻ കംപ്ലീറ്റ് ആവില്ല. അതിനെ സഹായിക്കുന്ന ഡൈജസ്റ്റീവ് ഗ്ലാൻഡുകളും ഇവിടെ ഉണ്ട്, അസോസിയേറ്റഡ് ഗ്ലാൻഡുകളും ഉണ്ട്. സോ അതാണ് മനുഷ്യന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഭാഗങ്ങൾ. ഇവിടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യം മൗത്ത്, സൈറ്റ് ഓഫ് ഇൻജക്ഷൻ, ഭക്ഷണം ഉള്ളിലേക്ക് എടുക്കുന്ന ഭാഗമാണ് മൗത്ത്. എന്നിട്ട് ഈ ഭക്ഷണം എന്ത് ചെയ്യും? ഞാൻ ആദ്യം സംസാരിക്കുന്നത് എലിമെന്ററി കനാലിനെ കുറിച്ചാണ്. ഓക്കെ,
പാത്വേനെ കുറിച്ചാ. ഗ്ലാൻഡ് ഒക്കെ അവിടെ നിൽക്കട്ടെ, എലിമെന്ററി കനാല് ഞാൻ പറയാം. മൗത്ത്, അതിനുശേഷം നമ്മൾ ഭക്ഷണം വിഴുങ്ങുമ്പോൾ ഫാരിങ്സ് എന്ന് പറയുന്ന കുഴലിലൂടെ വരും. ഈ ഫാരിങ്സ് എന്ന് പറയുന്ന കുഴലിന്റെ പ്രത്യേകത എന്താ? എയറും ഫുഡും കടന്നു പോകുന്ന ഒരു കോമൺ ആയിട്ടുള്ള പൈപ്പാണ്. നമ്മൾ ശ്വസിക്കുന്നു, എയർ ലരിച്ചിലേക്ക് പോകുന്നു. ഞാൻ ആപ്പിൾ കടിച്ചു തിന്നു, ആപ്പിൾ ഞാൻ വിഴുങ്ങി, അപ്പൊ ആപ്പിൾ എന്ത് ചെയ്യും? സ്റ്റൊമക്കിലേക്ക് പോകും. അപ്പൊ എയറും ഫുഡും കടന്നു പോകുന്ന ഒരു കോമൺ പൈപ്പ് ഉണ്ട് ഇവിടെ, ആൻഡ് ദിസ് ഈസ് കോൾഡ് ആസ് ഫാരിങ്സ്. ഓക്കെ, ഫാരിങ്സ്. ദെൻ ഈ ഭക്ഷണം എവിടെ എത്തി? ഈസോഫാഗസ്. ഞാൻ വേറൊരു ഇങ്ക് ഉപയോഗിക്കാം. ഓക്കെ, ഞാൻ വേറൊരു ഇങ്ക് ഗ്രീൻ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഫുഡ് ഇവിടെ എത്തി, ഈസോഫാഗസ്. ഓക്കെ, ഈസോഫാഗസ് എന്ന് എവിടെ എത്തി? സ്റ്റോമക്. ഓക്കെ, സ്റ്റോമക് എന്ന് പറയുന്നത് ജെ ഷേപ്ഡ് മസ്കുലാർ ഓർഗനാ. ഓക്കെ, ജെ ഷേപ്ഡ് മസ്കുലാർ ഓർഗൻ. ഓക്കെ, ആഫ്റ്റർ സ്റ്റോമക് ഫുഡ് എവിടെ എത്തി? സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്കാണ് എത്തുന്നത്. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് ഫുഡ് എത്തും. ലാർജ് ഇൻറ്റസ്റ്റൈനിൽ നിന്ന് റെക്ടം ആൻഡ് ദെൻ ഏനസ്. സോ ഇതിന്റെ ഫ്ലോ ചാർട്ട്, നമ്മുടെ എലിമെന്ററി കനാലിന്റെ ഫ്ലോ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ, മൗത്തിൽ സ്റ്റാർട്ട് ചെയ്യും. മൗത്ത്, ദെൻ ബക്കൽ ക്യാവിറ്റി, മൗത്ത് ഇൻസൈഡ് ക്യാവിറ്റി, പിന്നെ ഫാരിങ്സ് വരും, ഈസോഫാഗസ്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, റെക്ടം ആൻഡ് ഏനസ്. ഡൈജസ്റ്റീവ് ഗ്ലാൻഡിലേക്ക് വരുമ്പോൾ സലൈവറി ഗ്ലാൻഡ് ഉണ്ട്, വിച്ച് പ്രൊഡ്യൂസസ് സലൈവ. ലിവർ ഉണ്ട്, വിച്ച് പ്രൊഡ്യൂസ് ബൈൽ ജ്യൂസ്. Then we have got gastric glands, we have got pancreas, then gallbladder. Gallbladder, liver produce ചെയ്യുന്ന ബൈലിനെ സൂക്ഷിക്കുന്ന സഞ്ചിയാണ് gallbladder. പിന്നെന്തുണ്ട്? intestinal gland ഉണ്ട്. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലിവർ ബൈല് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബൈൽ എന്തിനെ സഹായിക്കും? നമ്മൾ കഴിക്കുന്ന ഫുഡിലെ, ശ്രദ്ധിച്ചിരിക്കണടാ, വലിയ ഫാറ്റ് മോളിക്യൂളിനെ, ബിഗർ ഫാറ്റ് ഗ്ലോബ്യൂള്, വലിയ കൊഴുപ്പിനെ, വലിയ ഫാറ്റ് മോളിക്യൂളിനെ ബ്രേക്ക് ഡൗൺ ചെയ്യും. ബ്രേക്ക് ഡൗൺ, കഷ്ണം ബ്രേക്ക് ഡൗൺ ചെയ്ത ചെറിയ സ്മോളർ ഫാറ്റ് ഗ്ലോബ്യൂൾസ് ആക്കി മാറ്റും. സോ വലിയ ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ ഫാറ്റ് ആക്കും. This process is called emulsification of fat. Emulsification of fat എന്നാ പറയാം. റെഡി? സലൈവയില് സലൈവറി അമിലേസ് ഉണ്ട്. ഇതെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിലെ സ്റ്റാർച്ചിനെ മാൾട്ടോസ്, സിമ്പിൾ ഷുഗർ ആയിട്ടുള്ള മാൾട്ടോസ് ആക്കി മാറ്റുന്നു. നമുക്ക് പറയാം എൻസൈമിന്റെ ആക്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇവിടെ ഒരു പോയിന്റ് പറയുന്നുണ്ട്, talking about peristalsis. Peristalsis is a wave-like motion, okay? Wave-like muscular contraction that help the food to move through digestive tract. So food should move through digestive tract in a proper sequencing manner. So it's a wave-like movement of the muscles in the wall of the digestive tract. In alimentary canal ന്റെ വാളിലെ മസിൽസിന് ഒരു rhythmic ആയിട്ടുള്ള contraction experience ചെയ്യും, and this in turn help the food material to pass through this duct easily, and this wave like movement is called peristalsis. Okay, yes. So manushyanle ingestion is happening in mouth where teeth and tongue break. നമുക്കറിയാം, വായക്കകത്ത് നമ്മൾ ഫുഡ് വെക്കുമ്പോൾ നാവും പല്ലും ഒക്കെ നമ്മളെ ആ ഭക്ഷണത്തെ ചവച്ചരിച്ച് പേസ്റ്റ് ഫോമിലാക്കാൻ സഹായിക്കുന്നു. ഡൈജഷൻ തുടങ്ങുന്നത് മൗത്തിലാണ്. വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്, വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണെടാ. ഡൈജഷൻ തുടങ്ങുന്നത് എവിടെ? ശ്രദ്ധിച്ച് പഠിച്ചോ. ഡൈജഷൻ, ദഹനം, ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാ, പഠിച്ചു വെക്കണേ. ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാ മൗത്തിലാണെങ്കിൽ, ഡൈജഷൻ എൻഡ് ചെയ്യുന്നതാ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. പഠിച്ചു വെക്കണം മക്കളെ. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മൗത്ത്, എൻഡ് ചെയ്യുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. അടുത്തൊരു സ്ലൈഡിലേക്ക് പോകുമ്പോൾ എൻസൈം കൺവേർഷൻ ആണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു മൗത്തിൽ വെച്ച് സലൈവറി അമിലേസ് എന്ന എൻസൈമ, ശ്രദ്ധിച്ചിരിക്കണം, സലൈവറി അമിലേസ് എന്ന എൻസൈമ എന്തു ചെയ്തു മക്കളെ? സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി കൺവേർട്ട് ചെയ്തു. കാർബോഹൈഡ്രേറ്റ് ഡൈജഷൻ സംഭവിച്ചു.
തുടക്കം കുറിച്ചു, പൂർണ്ണമായും സംഭവിക്കുന്നില്ല, തുടക്കം കുറിച്ചു, വർഷയില്ല. അപ്പൊ എന്താ സംഭവിച്ചു? സ്റ്റാർച്ച് ഈസ് കൺവേർട്ടഡ് ടു മാൾട്ടോസ്. അപ്പൊ വായക്കകത്ത് വെച്ച് പ്രോട്ടീൻ ഡൈജഷൻ സംഭവിക്കുന്നില്ല, ഫാറ്റിന്റെ ഡൈജഷൻ സംഭവിക്കുന്നില്ല. എന്നാല് സ്റ്റൊമക്കിലേക്ക് എത്തി. സ്റ്റൊമക്കിൽ കാർബോഹൈഡ്രേറ്റിന്റെ ഡൈജഷൻ സംഭവിക്കില്ല, പ്രോട്ടീന്റെ ഡൈജഷൻ സംഭവിക്കുന്നുണ്ട്. അതിന് സഹായിക്കുന്ന എൻസൈം പെപ്സിൻ എന്ന എൻസൈമാണ്. പക്ഷെ പെപ്സിൻ എന്നത് ആദ്യം തന്നെ ഉണ്ടാവുന്ന ഒരു എൻസൈം അല്ല. നമ്മുടെ സ്റ്റൊമക്കിൽ പെപ്സിനോജൻ എന്ന് പറയുന്ന ഇനാക്റ്റീവ് ഫോമിലുള്ള ഒരാളുണ്ട്. ആ പെപ്സിനോജനെ പെപ്സിൻ എന്ന ആക്റ്റീവ് ഫോമിലാക്കി മാറ്റണമെങ്കിൽ HCl ആവശ്യമാണ്. നമുക്കറിയാം സ്റ്റൊമക്കിൽ എന്തുണ്ട്? HCl ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡും ഉണ്ട്. ആ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ പ്രസൻസില് ഇനാക്റ്റീവ് ആയ പെപ്സിനോജൻ ആക്റ്റീവ് പെപ്സിൻ ആവുന്നു. ആക്റ്റീവ് ആയിട്ടുള്ള പെപ്സിന് പ്രോട്ടീനിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് പെപ്റ്റൈഡുകളാക്കുന്നു. റിമെമ്പർ, pepsin is the enzyme which help in the digestion of protein in your stomach, where protein is converted into peptide. This is very important. Everything starts with P, right? Pepsin P, protein P, peptide P. Then moving on to pancreas. Pancreas-ലേക്ക് വരുമ്പോൾ we know that പാൻക്രിയാസ് സെക്രീറ്റ് ചെയ്യുന്ന ജ്യൂസ് പാൻക്രിയാറ്റിക് ജ്യൂസ്. പാൻക്രിയാറ്റിക് ജ്യൂസിലുള്ള 3 എൻസൈം ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് ട്രിപ്സിൻ. ഓക്കെ, അവിടെയും ശ്രദ്ധിക്കുക, പാൻക്രിയാറ്റിക് ജ്യൂസ് ആൽക്കലൈൻ ആണ്. സി, ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. സോ ആദ്യം ഉണ്ടാവുന്ന ട്രിപ്സിനോജൻ ഇനാക്റ്റീവ് ആണ്, അതിനെ ട്രിപ്സിൻ ആക്കി മാറ്റാൻ ആൽക്കലൈൻ മീഡിയം ഹെൽപ്പ് ചെയ്യും. ആൻഡ് ദിസ് ട്രിപ്സിൻ ഈസ് ഹെൽപ്പിംഗ് ഇൻ ദി breakdown of protein, digestion of protein to peptides. So trypsin is helping in the conversion of protein to peptide. This is the first enzyme. Next enzyme is pancreatic lipase. So lipase എന്ന് കേട്ടാൽ ഫാറ്റിനെ നിങ്ങൾ ഓർത്തു വെക്കുക. So lipase എന്താ ചെയ്യുന്നത്? ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാണ്. Next is pancreatic amylase enzyme. This is the third enzyme, right? Third enzyme produced by the pancreas. Or you can say three enzymes present in the pancreatic juice. And this particular enzyme, amylase, is responsible for the digestion of starch. Starch is converted to simple sugar, maltose. Then moving on to small intestine, we have got intestinal juice in the small intestine. Small intestinal juice ഉണ്ട്. Intestinal juice consists of intestinal enzymes. So ഇവിടെ നമ്മുടെ ചെറുകുടലിലാണ് മക്കളെ ഡൈജഷൻ അവസാനിക്കുന്ന ഭാഗം. സോ അവിടെ എന്ത് സംഭവിക്കും? ഇന്റസ്റ്റൈനൽ എൻസൈം സ്റ്റാർച്ചിനെ, റിമൈനിങ് സ്റ്റാർച്ചിനെ കംപ്ലീറ്റ് ആയിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫോം, കാർബോഹൈഡ്രേറ്റിന് ഏറ്റവും ലഘുവായ രൂപം, ഏറ്റവും സിമ്പിൾ ഫോം ആയിട്ടുള്ള ഗ്ലൂക്കോസ് ആക്കി മാറ്റും. പ്രോട്ടീനിനെ അമിനോ ആസിഡ് ആക്കി മാറ്റും. പ്രോട്ടീന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫോം അമിനോ ആസിഡാ. ഫാറ്റിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റും. സോ സിമ്പിൾ ന്യൂട്രിയൻസ് ആയി കഴിഞ്ഞു. ഈ സിമ്പിൾ ന്യൂട്രിയൻസിനെ ഇനെന്ത് ചെയ്യും? സ്മോൾ ഇന്റസ്റ്റൈനിലെ ഈ വില്ലസ് എന്ന് പറയുന്ന ഈ സ്ട്രക്ചർ അബ്സോർബ് ചെയ്യും. അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു നോക്കുക, ഇതാണ് ഒരു വില്ലൈ എന്ന് പറയുന്നത്. ഇതുപോലെ എത്രയോ ലക്ഷം വില്ലൈകള് സ്മോൾ ഇന്റസ്റ്റൈനിൽ ഉണ്ട്. ആൻഡ് ഈ സ്മോൾ ഇന്റസ്റ്റൈനിന്റെ സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ കൂട്ടും. ഫോർ അബ്സോർപ്ഷൻ കൂട്ടും, സർഫസ് ഏരിയ കൂട്ടാൻ സഹായിക്കും. ഈ വില്ലസിന്റെ മുകളിൽ മൈക്രോ വില്ലസ് ഉണ്ട്. ഇറ്റ് ഇൻക്രീസസ് ദി സർഫസ് ഏരിയ ഫോർ അബ്സോർപ്ഷൻ ഓഫ് ഡൈജസ്റ്റഡ് ഫുഡ്. ഈ വില്ലൈ തന്നെ സർഫസ് ഏരിയ കൂട്ടാൻ സാധിക്കുക. അപ്പൊ അതിന്റെ മുകളിൽ വീണ്ടും മൈക്രോ വില്ലൈ വരുമ്പോൾ വീണ്ടും സർഫസ് ഏരിയ ഇൻക്രീസ് ആവും. അടുത്തത്, ഈ വില്ലയുടെ അകത്തെ 2 ആളുകളെ നമുക്ക് കാണാം. ഫസ്റ്റ് വൺ ഈസ് ബ്ലഡ് കാപ്പിലറി. ബ്ലഡ് കാപ്പിലറിക്ക് അകത്ത് ബ്ലഡ് ഉണ്ട്. പഠിച്ചോ? ബ്ലഡ് കാപ്പിലറിക്ക് അകത്ത് എന്താ ഉള്ളത്? ബ്ലഡ് ഉണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഡൈജഷന് ശേഷം ഉണ്ടാവുന്ന ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും അമിനോ ആസിഡും ഇതൊക്കെ അബ്സോർബ് ചെയ്യുന്നത് ബ്ലഡ് കാപ്പിലറിയിലാണ്. ഇനി ലാക്ടീലിനകത്ത് എന്തുണ്ടടാ? ലിംഫ് ഉണ്ട്. ലാക്ടീലിനകത്ത് എന്താ ഉള്ളത്?
ലിംഫ് ഉണ്ട്. ലിംഫ് അബ്സോർബ് ചെയ്യുന്നത് ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളിനെയുമാണ്. ഡൈജഷന് ശേഷം ഉണ്ടാവുന്ന ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളിനെയും അബ്സോർബ് ചെയ്യുന്നത് ലാക്ടീലിലെ ലിംഫാണ്. സെറ്റ്? ഓക്കെ. അടുത്തത് അസിമിലേഷൻ ആണ്. നമ്മുടെ ബോഡി യൂട്ടിലൈസ് ചെയ്യുന്നു. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? ഈ ഡൈജഷന് ശേഷം ഈ ന്യൂട്രിയൻസിന് നമ്മുടെ ബോഡി സെല്ലുകളൊക്കെ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ഗ്രോത്ത് ആൻഡ് റിപ്പയർ, എനർജി പ്രൊഡക്ഷൻ, സ്റ്റോറേജ്, പ്രൊഡക്ഷൻ ഓഫ് കോംപ്ലക്സ് മോളിക്യൂൾ, ബയോമോളിക്യൂൾ ഇൻ അവർ ബോഡി. ദെൻ കടൈസി ലാസ്റ്റ് സ്റ്റെപ്പ് ഇജക്ഷൻ ആണ്. ഫൈനൽ സ്റ്റെപ്പ് റിമൂവൽ ഓഫ് അൺഡൈജസ്റ്റഡ് ഫുഡ് ത്രൂ ദി എയ്നസ്. ഓക്കെ. സോ ഒരു മൈൻഡ് മാപ്പ് പോലെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ന്യൂട്രീഷൻ 2 ടൈപ്പിൽ പറയാം: ഓട്ടോട്രോഫിക്, ഹെറ്ററോട്രോഫിക്. ഓട്ടോട്രോഫിക് തന്നെ കീമോസിന്തറ്റിക്കും ഫോട്ടോസിന്തറ്റിക്കും. കീമോസിന്തറ്റിക് സൾഫർ ഓക്സിഡൈസിംഗ് ബാക്ടീരിയ, ഫോട്ടോസിന്തറ്റിക് ആൽഗെ, പ്ലാന്റ്സ്, ഒക്കെ ഗ്രീൻ പ്ലാന്റ്സ്. ഹെറ്ററോട്രോഫിക്കില് സാപ്രോഫൈറ്റിക്കും ദെൻ പാരാസൈറ്റിക്കും ഹോളോസോയിക്കും. ഇതില് സാപ്രോഫൈറ്റിക്കിൽ വരുന്നതാണ് ഫഞ്ചൈ, പാരസൈറ്റിക്കില് ലീച്ചും കസ്ക്യൂട്ടയും. ഇനി ഹോളോസോയിക്കിൽ വരുന്ന അമീബയുടെ ന്യൂട്രീഷനും ഹ്യൂമൻ ബീൻ ന്യൂട്രീഷനുമാണ് നമ്മളത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അമീബയും ഹ്യൂമൻ ബീനും. അപ്പൊ അമീബയുടെ നമ്മൾ ഫാഗോസൈറ്റോസിസ് ഡിസ്കസ് ചെയ്ത ഹ്യൂമൻ ബീനിലെ ഡൈജസ്റ്റീവ് സിസ്റ്റം, ഡൈജസ്റ്റീവ് ഗ്ലാൻഡും എലിമെന്ററി കനാലും ഉണ്ടെന്ന് പറഞ്ഞു. എലിമെന്ററി കനാലിന്റെ ഭാഗങ്ങളും പറഞ്ഞു, ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സും നമ്മൾ പറഞ്ഞു. ദിസ് ഇസ് ദ മൈൻഡ് മാപ്പിംഗ്. So next important life process in our body is respiration. It's because of respiration I am speaking. See, I am taking class for you, right? ഞാൻ ഇപ്പോ നിങ്ങൾക്ക് പഠിപ്പിക്കുകയാണ്. And you are listening, you are paying attention to my class. And we all are doing some work. So in order to do this work, we need energy. ഏതൊരു പ്രവൃത്തി ചെയ്യണമെങ്കിലും ഊർജം, എനർജി വേണം. സോ നമ്മുടെ ശരീരത്തിൽ എനർജി, ഊർജം കിട്ടാൻ വേണ്ടി സഹായിക്കുന്ന പ്രോസസ് ആണ് ദിസ് റെസ്പിറേഷൻ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് പ്രോസസ് ഇൻ യുവർ ബോഡി. ഓക്കെ. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് പ്രോസസ്, റെസ്പിറേഷൻ. So it's a process in which what is happening here? Complex organic material. Organic material in the sense ഇവിടെ ഉദ്ദേശിക്കുന്ന ഗ്ലൂക്കോസാ. അപ്പൊ ഗ്ലൂക്കോസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. എന്ത് കിട്ടുന്നു? എനർജി കിട്ടുന്നു. എനർജി ഏത് രൂപത്തിലാ കിട്ടുക? ATP, adenosine triphosphate. See, this is energy currency of the cell. ATP is energy currency of the cell. See, currency നമുക്കറിയാം. നമുക്കിപ്പോ ഒരു കടയിൽ പോയി ഒരു സാധനം വാങ്ങിക്കണം. എനിക്കൊരു 1 കിലോ അരി വാങ്ങിക്കണമെങ്കിൽ ഐ നീഡ് ടു സ്പെൻഡ് സം കറൻസി, റൈറ്റ്? ഐ നീഡ് ടു സ്പെൻഡ് സം നോട്ട്. റെഡി അല്ലേ? ഇൻ സിമിലർ മാനർ നമ്മുടെ ബോഡിക്ക് എനർജി റിക്വയർമെന്റ് ഉണ്ട്. സോ ഞാൻ പഠിപ്പിക്കുന്നു, എനിക്ക് എനർജി വേണം. സോ ഐ നീഡ് ടു സ്പെൻഡ് സംതിങ്, റൈറ്റ്? സോ എന്റെ ബോഡിയിലെ ATP യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് എന്റെ ബോഡിയിൽ എനർജി ഉണ്ടാവുന്നത്, എനർജി ഞാൻ യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് വൈ ATP is called energy currency of the cell. സോ ഇവിടെ നമ്മുടെ സ്റ്റെപ്സ് പഠിക്കണം. ഓക്കെ. റെസ്പിറേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മക്കളെ, റെസ്പിറേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഗ്ലൈക്കോളിസിസ്. ശ്രദ്ധിച്ചോ, റെസ്പിറേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഗ്ലൈക്കോളിസിസ്. സോ മീനിങ് ഇറ്റ്സെൽഫ് ഇറ്റ് ഈസ് വെരി വെരി ക്ലിയർ. ഗ്ലൈക്കോ മീൻസ് ഗ്ലൂക്കോസ്. ലിസൺ, ഗ്ലൈക്കോ മീൻസ് വാട്ട്? ഗ്ലൂക്കോസ്. ഗ്ലൈക്കോ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് ആണ്. ലിസിസ് മീൻസ് സ്പ്ലിറ്റിംഗ് ആണ്. ലിസിസ് എന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റിംഗ് ആണ്. Then glycolysis means glucose splitting. So glucose is broken down or glucose is splitted. Okay, glucose breakdown ചെയ്താ we will get pyruvate. Listen, this is very important. Glucose is broken down to pyruvate and this is happening in cytoplasm of the cell. See, respiration, the process is happening in the cell. Respiration എന്ന പ്രോസസ് നടക്കുന്നത് സെല്ലിലാണ്. That is why it is called cellular respiration. The process is respiration എന്ന് പറയുന്ന പ്രോസസ് നമ്മൾ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയാറുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദ സെൽ. അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഗ്ലൈക്കോളിസിസ് ഈസ് ഒക്കറിംഗ് ഇൻ ദി സൈറ്റോപ്ലാസം. റെഡി? പൈറുവേറ്റ് ഈസ് ഫോംഡ്. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പില് ഈ പൈറുവേറ്റിനെ എങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു? ഓക്സിജന്റെ പ്രസൻസിലാണോ അല്ലയോ എന്ന് നോക്കിയിട്ട് രണ്ടാക്കി റെസ്പിറേഷനെ മാറ്റാൻ പറ്റും. If we are making use of oxygen, then it is called aerobic respiration. And if you are not using oxygen, in the absence of oxygen, lack of oxygen anengil, it will be like anaerobic respiration. If it is in the presence of oxygen, it will be aerobic. And if it is not, then it is called anaerobic respiration. So aerobic respiration, very simple. നമ്മുടെ നേരത്തെ കിട്ടിയ മക്കളെ, നമ്മുടെ നേരത്തെ കിട്ടിയ പൈറുവേറ്റ് അല്ലെ, ഗ്ലൈക്കോളിസിസ് പൈറുവേറ്റ് കിട്ടി. പൈറുവേറ്റ് ഈസ് കൺവേർട്ടഡ് ടു കാർബൺ ഡയോക്സൈഡ്, വാട്ടർ ആൻഡ് എനർജി.
So this is aerobic. So ഇവിടെ ഈ ഒരു ഭാഗത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ നമ്മൾ ഓക്സിജനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. There we are using oxygen. End product, complete oxidation of glucose, 38 ATP molecule will be produced or more. Occur in cytoplasm and mitochondria. This step is occurring in mitochondria. This is second step, okay? It's known as Krebs cycle. It is occurring in mitochondria, where pyruvate is broken down to obtain carbon dioxide, water and energy. This is Krebs cycle and this is occurring in mitochondria of the cell. Mitochondria is സംഭവിക്കുന്നത് എന്ന് ഓർത്തു വെക്കുക. Anaerobic നമ്മുടെ ബോഡിയിൽ ശ്രദ്ധിക്കണം നമ്മുടെ ബോഡിയിൽ when we are doing some strenuous exercise നമ്മുടെ മസിൽ സെല്ലില് റെസ്പിറേഷൻ സംഭവിക്കും. നമ്മുടെ ശരീരത്തില് മസിൽ സെല്ലില് ഓക്സിജന്റെ അവൈലബിലിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. റെസ്പിറേഷൻ സംഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓക്സിജൻ അവൈലബിലിറ്റി കുറഞ്ഞു. പിന്നീട് വീണ്ടും നമ്മൾ ആ എക്സസൈസ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മുടെ മസിൽ സെൽസില് ഓക്സിജൻ ഡെഫിഷ്യന്റ് ഓക്സിജൻ കുറവാ. അപ്പൊ ഓക്സിജന്റെ അസാന്നിധ്യത്തില് നമ്മുടെ മസിൽ സെൽസ് അനേറോബിക്കലി റെസ്പയർ ചെയ്യും നമ്മുടെ മസിൽ സെൽസ്. അങ്ങനെ അവിടെ ലാക്റ്റിക് ആസിഡ് ഡിപ്പോസിഷൻ ഉണ്ടാവും. ആൻഡ് ദിസ് റിസൾട്ട് ഇൻ മസിൽ ക്രാമ്പ് ഉണ്ടാവും. ഓക്കെ, മസിൽ ക്രാമ്പ് ഉണ്ടാവും. See, this is one of the area in our body where anaerobic respiration is happening. In the muscle cells, deposition of lactic acid, resulting in muscular cramp. And here, if you are considering yeast is a fungi, you know. Yeast is a unicellular fungi, which we are using in bakery for the preparation of cake. Okay, നമ്മൾ അറിയാം, നമ്മൾ yeast ഉപയോഗിക്കാറുണ്ട് fermentation. So there, അവിടെ എന്ത് സംഭവിച്ചു? പൈറുവേറ്റ്, ആബ്സെൻസ് ഓഫ് ഓക്സിജൻ, എത്തനോളും കാർബൺ ഡയോക്സൈഡും എനർജിയുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓർത്തു വെക്കണം. ഇവിടെ പാർഷ്യൽ ഓക്സിഡേഷൻ ഓഫ് ഗ്ലൂക്കോസ് ആണ്. 2 ATP മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുള്ളൂ. സൈറ്റോപ്ലാസത്തിലാണ് ഇത് സംഭവിക്കുന്നത്. ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം ആണ് പറയാനുള്ളത്. ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം, വി ഹാവ് ഗോട്ട് ദ നോസ്ട്രിൽ ഇസ് ഓപ്പണിംഗ് where which air is getting inside. Air ഉള്ളിലേക്ക് കടക്കുന്നു, air പുറത്തേക്ക് വരുന്നു. ഓപ്പണിംഗ് ആണ് നോസ്ട്രിൽ. Then we have got a nasal chamber, okay? Nasal cavity or nasal chamber which filters and warm air, sends the smell, okay? Then we have got pharynx. I told pharynx എന്താണെന്ന് ഞാൻ പറഞ്ഞു, common passage for both air and food. Then comes the larynx, which is a voice box, okay? Voice box. Here we have epiglottis also, okay? Guiding the food correctly into the food pipe, air into the windpipe. Air should move to in windpipe. Air trachea varanam, food pipe ile esophagus ile ponam. So avade epiglottis structure undu. Then trachea ennu parayna bhagam undu. Ivada ശ്രദ്ധിക്കേണ്ട കാര്യം, ട്രക്കിയയില് C-shaped cartilaginous ring undu, which make the trachea always open. Very important question. Bronchi, ട്രക്കിയയുടെ ബ്രാഞ്ചിനെ bronchi എന്നും bronchiയുടെ ബ്രാഞ്ചിനെ bronchiole. And last we have got alveoli, air sacs. Okay. Then circulation എന്ന് പറയുന്ന ഏരിയയിലേക്ക് വരികയാണ്. Circulation or transportation. So അവിടെ നമ്മൾ blood vessels പഠിക്കണം. Blood vessels നമുക്ക് 3 blood vessels ഉണ്ട്. Artery, vein and capillary. Okay. Artery, this is capillary and this is vein. And what is the difference between these blood vessels? വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡിഫറൻസസ് നമുക്കൊന്ന് പറയാം. വളരെ സിമ്പിൾ ആയിട്ടൊന്ന് പറയാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ആർട്ടറിയെ കുറിച്ച് ഞാനൊന്ന് പരാമർശിക്കുന്നു. ആർട്ടറി വളരെ എളുപ്പമാണ്. ആർട്ടറി എന്ന് പറയുന്നത് ആർ ദോസ് ബ്ലഡ് വെസൽസ്. ആർട്ടറി ആർ ദോസ് ബ്ലഡ് വെസൽസ് വിച്ച് ക്യാരി ബ്ലഡ് away from the heart. വളരെ സിമ്പിൾ ആണ്. ഹാർട്ടിൽ നിന്ന് പുറത്തേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന ഏതൊരു വെസലിനെയും ആർട്ടറി എന്ന് വിളിക്കാം. ക്ലിയർ അല്ലേ? ഹാർട്ടിൽ നിന്ന് പുറത്തേക്ക് ബ്ലഡ് കൊണ്ടുപോകുന്ന ഏതൊരു കുഴലിനെയും ആർട്ടറി എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ വെയിൻ എന്തായിരിക്കും? ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നവരാണ് അല്ലെ? ഹാർട്ടിന്റെ ഉള്ളിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നവരെ നമ്മൾ എന്ത് വിളിക്കുന്നു? വെയിൻ എന്ന് വിളിക്കുന്നു. So generally artery is carrying oxygenated blood except pulmonary artery. Pulmonary artery is carrying deoxygenated blood. Rest all artery carry oxygenated. Similar manner,
veins generally carry deoxygenated blood except pulmonary vein. Pulmonary vein is the vein which carry oxygenated blood. Clear? പിന്നെയുള്ള വ്യത്യാസം ആർട്ടറിയുടെ കേസ് നോക്കുകയാണെങ്കിൽ ആർട്ടറി ഹാസ് ഗോട്ട് തിക്കർ വാൾസ്. ആർട്ടറിക്ക് തിക്കർ വാൾ ഉണ്ട്. ആർട്ടറി ഹാവ് ഗോട്ട് തിക്കർ വാൾ. തിക്കർ വാൾ എന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ള സ്പേസ് കുറവായിരിക്കും. നാരോ ല്യൂമൻ ഇതിനകത്തുള്ള സ്പേസ് കുറവായിരിക്കും. തിക്കർ വാളും നാരോ ല്യൂമനും. ഞാൻ പറയുന്ന ആർട്ടറിയുടെ കേസാണ് ആർട്ടറി. വെയിനിന്റെ കേസ് പറയുമ്പോൾ വെയിനിന് തിന്നർ ആയിട്ടുള്ള തിൻ വാളാണ്. റെഡി? തിൻ വാളാവുമ്പോ ഓട്ടോമാറ്റിക്കലി ല്യൂമൻ അതിനകത്തുള്ള സ്പേസ് കൂടും. വാളിന്റെ തിക്നെസ് കുറവാണെങ്കിൽ വൈഡർ ല്യൂമൻ അതിനകത്തുള്ള സ്പേസ് കൂടും. ഓക്കെ, ദെൻ ഈ പറഞ്ഞിരിക്കുന്ന വെയിനിന് വാൽവുകൾ ഉണ്ട് എന്ന് ഓർത്തു വെക്കുക. വാൽസ് ആർ പ്രസന്റ്. സോ അതിനകത്തൂടെ ബ്ലഡ് പോകുമ്പോൾ ലോ പ്രഷർ ലോ സ്പീഡിലേ പോകാൻ പാടുള്ളൂ. കാരണം വാൽവുകൾ ഉണ്ട്. വാൽവ് ആർ പ്രസന്റ് ഇൻ വെയിൻ. Blood should flow through vein at a low speed and low pressure. ആർട്ടറിക്കകത്ത് വാൽവുകൾ ഇല്ല. നോ വാൽവ് ഇൻ ആർട്ടറി. ബ്ലഡ് ഫ്ലോസ് വിത്ത് ഹൈ സ്പീഡ് ഹൈ പ്രഷർ. റെഡി? യെസ്. ദെൻ കാപ്പിലറി എന്ന് പറയുന്ന ആർട്ടറിനെയും വെയിനെയും കണക്ട് ചെയ്യുന്നതാണ് കാപ്പിലറി. Capillary is made of single layer of cell and we can see some minute pores in the capillary. Okay? Artery vein difference ഞാൻ പറഞ്ഞു. Carry blood away from the heart. Blood flows high pressure. Elastic wall ഉണ്ട്. Valve ഇല്ല. Carry oxygenated blood except pulmonary artery. പറഞ്ഞ പോയിന്റ് ആണ്. Vein carry blood to the heart. Low pressure. Thin wall ആണ്. Valve present ആണ്. Generally carry deoxygenated blood. Exception pulmonary veins carrying oxygenated blood. Ready? Yeah. Sorry. So blood pressure, very important point. So pressure exerted by the blood on wall of the blood vessel. Blood vessel in the wall ile exert ചെയ്യുന്ന പ്രഷറിനെ blood pressure എന്ന് പറയും. And it is generally expressed in two terms. Okay? Because നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഹാർട്ടിന് രണ്ട് ഫേസ് ഉണ്ട്. ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുന്ന ഫേസും റിലാക്സ് ചെയ്യുന്ന ഫേസും ഉണ്ട്. ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുന്ന ഫേസിനെ സിസ്റ്റോൾ എന്നാ പറയാ. എന്ത്? സിസ്റ്റോൾ. ഹാർട്ട് റിലാക്സ് ചെയ്യുന്ന ഫേസിനെ ഡയസ്റ്റോൾ എന്ന് പറയും. സോ ഹാർട്ട് കൺട്രാക്ട് ചെയ്യുമ്പോൾ വളരെ കൂടുതൽ പ്രഷർ ബ്ലഡ് എവിടെ? ആർട്ടറിയുടെ വാൾസിൽ എക്സേർട്ട് ചെയ്യും. ദാറ്റ് ഈസ് സിസ്റ്റോളിക് പ്രഷർ. ഹാർട്ട് റിലാക്സ് ചെയ്യുന്ന സമയത്ത് കുറഞ്ഞ പ്രഷറാണ് വാൾസിൽ എക്സേർട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഡയസ്റ്റോളിക് പ്രഷർ. ആൻഡ് നോർമൽ വാല്യൂ ഓഫ് ബ്ലഡ് പ്രഷർ ഈസ് വെരി ഇമ്പോർട്ടന്റ്. Systolic pressure value is 120 mmHg. 120 mmHg is the normal. Okay, systolic pressure the normal value is 120 mmHg and 80 mmHg is the normal value of diastolic pressure. So നിങ്ങൾ ബ്ലഡ് പ്രഷർ അളക്കാൻ നോക്കുമ്പോൾ രണ്ട് വാല്യൂസ് കാണാം. അപ്പൊ നിങ്ങളുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആരെങ്കിലും ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ യു ക്യാൻ സി സ്പിഗ്മോ മാനോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് ബ്ലഡ് ചെക്ക് ചെയ്യാറുണ്ട് അല്ലെ. സിസ്റ്റർ നഴ്സ് ആരെങ്കിലും ചെക്ക് ചെയ്യും. ഡോക്ടർ ചെക്ക് ചെയ്യുമ്പോൾ they will tell you two values. One is systolic pressure value and other one is diastolic pressure. Systolic pressure value should be normal എന്ന് പറയുമ്പോൾ 120 mmHg. It should be higher than diastolic pressure. Diastolic pressure is 80 mmHg. Done. Okay. Then blood component. What we can see inside the blood. Centrifuge ചെയ്തതിനു ശേഷം ബ്ലഡിലെ 55% പ്ലാസ്മയാണ്, 45% blood cells are. Okay, 55% of the blood is plasma. Remember, this is the fluid portion of the blood. So idile hormones saltum electrolyte okke undu. Then remaining 45% ബാക്കി മൂന്നെണ്ണോ, അതായത് ഈ എയും ഈ ബിയും ഈ സിയും, ഈ എയും ബിയും സിയും കൂടിയിട്ട് ബ്ലഡിൽ എത്ര കമ്പോണൻസ് ഉണ്ട്? 45%. So talking about RBC. Okay, its structure is biconcave disc. Biconcave disc shaped RBC
contain hemoglobin that help in the transport of oxygen. Okay, white blood cell which help in immunity. It identify the pathogen and destroy the pathogen. So it is helping in immunity. Then platelet is helping in clotting of blood. So നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും മുറിവ് സംഭവിച്ചാൽ ചോര വരും. ആ ചോര നിൽക്കുന്നതിന് സഹായിക്കുന്നത് പ്ലേറ്റ്ലെറ്റ് ആണ്. Then മറ്റൊരു ബോഡി ഫ്ലൂയിഡ് ആണ് lymph. It is colorless tissue fluid that mostly consists of white blood cells ഉണ്ടാവും. Function, carry, digested and absorbed fat. Then drains excess fluid from extra cell. Lymph എന്ന് പറയുന്നത് actually it is formed from the blood itself. കാപ്പിലറിയിൽ നിന്ന് ബ്ലഡിലെ പ്ലാസ്മയും പിന്നെ വൈറ്റ് ബ്ലഡ് സെല്ല് യൂസ് ചെയ്യും, പുറത്തേക്ക് വരും, സെല്ലിലേക്ക് വരുന്നു, തിരിച്ച് കാപ്പിലറിലേക്ക് കയറാൻ പറ്റാത്ത ആളാണ് ലിംഫ് ഡക്റ്റിലേക്ക് കയറുന്നു, ടിഷ്യൂ ഫ്ലൂയിഡ്, അതാണ് ലിംഫായി മാറുന്നത്. സോ ആക്ച്വലി ഇത് ബ്ലഡിലേക്ക് തന്നെ പോകും, ബ്ലഡിൽ നിന്ന് ഫോം ചെയ്യും, ബ്ലഡിലേക്ക് തന്നെ പോകുന്ന ഒരു സാധനമാണ്. ദെൻ ഡബിൾ സർക്കുലേഷൻ. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന സർക്കുലേഷൻ ഡബിൾ സർക്കുലേഷൻ ആണ്. നമ്മുടെ ഹാർട്ടിലേക്ക് ബ്ലഡ് 2 തവണ വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഡബിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു ചിത്രം നോക്കാം. ഹാർട്ടിന്റെ ഇത് ശ്രദ്ധിച്ചിരുന്നോ? ഹാർട്ടിന്റെ 4 ചേമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. മുകളിലെ 2 ചേമ്പേഴ്സ് ഏട്രിയം ആണ്, റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം. താഴെയുള്ള 2 ചേമ്പേഴ്സ് വെൻട്രിക്കിൾ, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. സോ ഇവിടെ ശ്രദ്ധിച്ചിരിക്കണേ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാം. സോ നമുക്കറിയാം ഇവിടെ ലങ്സ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. ദിസ് ഇസ് പൾമണറി സർക്കുലേഷൻ. പൾമണറി ഇൻ ദ സെൻസ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു lungs. So pulmonary will be related to lungs. Then next is related to body parts, right? Next circulation is related to all the part of the body parts. That hence the name systemic circulation. Systemic എന്ന് പറഞ്ഞ body parts. So 2 സർക്കുലേഷൻ ഉണ്ട്. ഹാർട്ടിൽ 2 തവണ ബ്ലഡ് വരും. ഫസ്റ്റ് തവണ എങ്ങനെയാ വരുന്നത്? നിങ്ങൾ ജസ്റ്റ് ഇവിടെ നോക്കടാ. റൈറ്റ് വെൻട്രിക്കിളില് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ലങ്സിലേക്ക് ഓക്സിജനേഷന് വേണ്ടി പോകും. തിരിച്ച് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ഇത് വരുന്നു. ഓക്സിജേഷൻ ശേഷം തിരിച്ച് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വരുന്നു. അതായത് റൈറ്റ് വെൻട്രിക്കിളിൽ സ്റ്റാർട്ട് ചെയ്ത് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തി, അവിടെ ലങ്സ് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ദാറ്റ് സർക്കുലേഷൻ ഈസ് പൾമണറി സർക്കുലേഷൻ. അത് ഞാൻ പൾമണറി എന്ന് പറയാം. നെക്സ്റ്റ് കേസില് സിസ്റ്റമിക് ആണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോർച്ച വഴി ബോഡിയുടെ എല്ലാ ഭാഗത്തേക്കും പോയി, ബോഡി പാർട്ട് ഇൻവോൾവ് ആയി. തിരിച്ച് ഡിയോക്സിനേറ്റഡ് ആയി വന്നു, വെനാക്കൈവയിലൂടെ റൈറ്റ് ഏട്രിയത്തിലേക്ക് വന്നു. അതായത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാ? ഒന്ന് ശ്രദ്ധിച്ചേ. ഇത് സ്റ്റാർട്ട് ചെയ്തത് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ സ്റ്റാർട്ട് ചെയ്തു, റൈറ്റ് ഏട്രിയത്തിലെത്തി. ദിസ് ഇസ് സിസ്റ്റമിക് സർക്കുലേഷൻ. സോ ഇവിടെ സംഭവിച്ചെന്താ? 2 തവണ ഹാർട്ടിലേക്ക് ബ്ലഡ് വന്നു. ഒന്നാമത്തത് പൾമണറി സർക്കുലേഷൻ ടൈമിൽ ഹാർട്ടിലേക്ക് ബ്ലഡ് വന്നു, ലെഫ്റ്റ് ഏട്രിയത്തിലൂടെ. നെക്സ്റ്റ് സിസ്റ്റമിക് സർക്കുലേഷന്റെ സമയത്തു ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ഹാർട്ടിലേക്ക് വരുന്നുണ്ട് ത്രൂ റൈറ്റ് ഏട്രിയം. സോ 2 times blood is coming into the heart. That is why human being circulation എന്ന് പറയും double circulation. Next is circulatory system of amphibians and reptiles. നമ്മൾ ആദ്യം പഠിക്കുന്നത് ഫ്രോഗ് ആണ്. 3 chambered heart ഉണ്ട്. ഇവിടെയും ഡബിൾ സർക്കുലേഷൻ സംഭവിക്കുന്നുണ്ട്. ഇനി ഫിഷിലേക്ക് വരുമ്പോൾ ഇവിടെ 2 chambered heart ആണ്, സിംഗിൾ സർക്കുലേഷൻ ആണ് സംഭവിക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതിയേ. ഓക്കെ. നെക്സ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ പ്ലാന്റ്സിൽ വരുന്നത് xylem and phloem. Xylem is meant for the conduction of water and mineral from the soil to the plant. മണ്ണിലെ വാട്ടറും മിനറൽസിനെ കൊണ്ടുപോകാനുള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ് xylem. ട്രാൻസ്പോർട്ട് വാട്ടർ ആൻഡ് മിനറൽ ഫ്രം ദി സോയിൽ റൂട്ടിലെ കൂടി എല്ലാ ഭാഗത്തേക്ക് എത്തിക്കും. യൂണി ഡയറക്ഷനിലാണ്, ഒറ്റ ഡയറക്ഷനിലേക്കാണ് ഫ്ലോ വരുന്നത്. കോംപ്ലക്സ് പെർമനന്റ് ടിഷ്യൂ ആണ്. നിങ്ങൾ 9ാം ക്ലാസ് പഠിച്ചത്. അപ്പൊ ഒരുപാട് കമ്പോണൻസ് ഉണ്ട്. സൈലം ഫൈബർ, സൈലം പാരൻകൈമ, വെസലും ട്രക്കീഡും. സൈലം പാരൻകൈമ മാത്രമാണ് ലിവിങ്. ദെൻ ഫോഴ്സസ് റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്പോർട്ട്. എന്താണ് ഈ വെള്ളത്തെ താഴെ മുകളിലേക്ക് ഡ്രൈവ് ചെയ്യണല്ലോ. അപ്പൊ എന്തൊക്കെ ഫോഴ്സ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്? റൂട്ട് പ്രഷർ. സോ ഓസ്മോട്ടിക് പ്രഷർ ഇൻ ദ റൂട്ട് വിച്ച് കോസ് ദ സാപ്പ് ടു റൈസ്, അസെന്റ് ഓഫ് സാപ്പ് എന്ന് പറയും. ദെൻ ട്രാൻസ്പിറേഷൻ പുള്ള്. അത് മുകളിൽ നിന്ന് ട്രാൻസ്പിറേഷൻ എന്ന് വെച്ചാൽ എന്താ? പ്ലാന്റിന്റെ ഏരിയൽ പാർട്ടിൽ നിന്ന് വാട്ടർ ലോസ് ആയിക്കൊണ്ടിരിക്കും. വാട്ടർ ലോസ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ലോ പ്രഷർ ഡെവലപ്പ് ചെയ്യും. അതിനനുസരിച്ച് വാട്ടറിനെ സക്ക് ചെയ്തെടുക്കും. It pulls the water column upward as there is a continuous loss of water from the leaves. So that loss of water from the leaf in the form of vapor, that is called transpiration. A transpiration moolam transpiration pull undavu. Then comes phloem. Phloem is meant for the transportation of food material, translocation of food material. See, food material is produced in the leaf, right? Leaf ilana produce in the form of glucose. As glucose is readily soluble in water,
it is converted into sucrose. I hope you know that. Sorry, starch. Starch is converting. Glucose is converted to starch. Starch is converted to sucrose. And the sucrose is moving through the phloem to different part of the body. Plant in different areas like sucrose ആണ് conduct ചെയ്യുക through the phloem. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബൈഡയറക്ഷനിലാണ്. രണ്ട് ഡയറക്ഷനിലേക്ക് മൂവ്മെന്റ് ഉണ്ട്. Again, this is a complex permanent tissue. It consists of several cells like seed plate and parenchyma, companion cell, phloem, fiber. ഇതൊക്കെ ഇവിടെ അടങ്ങിയിട്ടുണ്ട്. ഓസ്മോട്ടിക് പ്രഷർ ആണ് ഇവിടെ ഫുഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്, ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഓസ്മോട്ടിക് പ്രഷർ ആണ്. ഇവിടുത്തെ ഒരു മൈൻഡ് മാപ്പ് നോക്കാം. എക്സ്ക്രീഷൻ. ഓക്കെ, എക്സ്ക്രീഷൻ ആണ് പറയാനുള്ളത്. എക്സ്ക്രീഷൻ നോക്കിക്കോളൂ. ഹ്യൂമൻ എക്സ്ക്രീഷനിൽ എക്സ്ക്രീറ്ററി സിസ്റ്റം ഈസ് ഹെൽപ്പിംഗ് ഇൻ ദി പ്രോസസ് ഓഫ് എക്സ്ക്രീഷൻ. സോ നമ്മുടെ എക്സ്ക്രീഷൻ എന്ന് പറഞ്ഞ പ്രോസസ് എന്താ? പ്രോസസ് റിമൂവിംഗ് മെറ്റബോളിക് വേസ്റ്റ് ഫ്രം അവർ ബോഡി. സോ ഡേ ടു ഡേ ലൈഫ് വി ആർ ഡൂയിങ് സോ മെനി ആക്ടിവിറ്റീസ് ആൻഡ് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ലൈഫ് പ്രോസസ് നടക്കുന്നത് കൊണ്ട് തന്നെ, മെറ്റാബോളിസം നടക്കുന്നത് കൊണ്ട് തന്നെ metabolic waste, nitrogenous waste is produced in the body. So these waste have to be removed from the body to maintain the homeostasis. The process of removal of these waste, metabolic waste from the body is called excretion, and the system which help in the process of excretion is called the excretory system. So metabolic waste എന്ന് പറയുമ്പോൾ nitrogenous waste ആയ ammonia, ഇത് ammonia, urea, uric acid kidney through ആണ് eliminate ചെയ്യുക. Then we have got carbon dioxide. It's also excretory waste. It is eliminated through the lungs, and H2O water is eliminated through the skin. And as you know, നമ്മൾ വേർക്കാറൊക്കെ ഉണ്ട്. So എന്താ പറയാ, ഡീഹൈഡ്രേഷനിലൂടെയൊക്കെ വെള്ളം നഷ്ടപ്പെട്ടു പോകും. So this is excretory system comprising 2 kidney. Okay. Then we have got a ureter, urinary bladder, and urethra. So kidney is the main bean-shaped structure which help in the excretion of the waste material. And here urine is formed. അതായത് ബ്ലഡിലെ വേസ്റ്റ് മെറ്റീരിയലിനെ ഫിൽട്ടർ ചെയ്യുന്ന ഓർഗൻ ആണ് കിഡ്നി. അപ്പൊ അതിന് സഹായിക്കുന്നത് നെഫ്രോൺസ് ആണ് കേട്ടോ. ഫിൽട്ടറിംഗ് യൂണിറ്റ്സിന്റെ കിഡ്നി നെഫ്രോൺസ് ആണ്. ഓക്കെ, ഇവിടെ റീനൽ വെയിൻ ഉണ്ട്, റീനൽ ആർട്ടറി ഉണ്ട് പറയാൻ. അപ്പൊ റീനൽ ആർട്ടറി എന്ത് ചെയ്യും? ഇമ്പ്യൂരിറ്റി അടങ്ങിയ ബ്ലഡിനെ കിഡ്നിക്കകത്ത് സപ്ലൈ ചെയ്യുന്നത് റീനൽ ആർട്ടറി. കിഡ്നി പ്യൂരിഫൈ ചെയ്ത് പ്യുവർ ബ്ലഡ് കൊണ്ടുവരുന്നത് റീനൽ വെയിൻ ആണ്. പിന്നെ യൂറിനറി ബ്ലാഡർ, യൂറീറ്റർ. അപ്പൊ കിഡ്നി പ്രൊഡ്യൂസ് ചെയ്ത യൂറിനെ യൂറിനറി ബ്ലാഡറിലേക്ക് എത്തിക്കുന്ന കുഴലാണ് ഇത്. ദിസ് ഈസ് യൂറീറ്റർ. യൂറീറ്റർ വിൽ ബ്രിങ് ദി യൂറിൻ ടു ദി യൂറിനറി ബ്ലാഡർ. യൂറിനറി ബ്ലാഡർ നിറയുമ്പോൾ വിൽ ഫീൽ ദി സെൻസേഷൻ. മൂത്രമൊഴിക്കാനായി എന്നുള്ളൊരു ഫീല് വരും. മൂത്രമൊഴിക്കാൻ മുട്ടുമ്പോൾ നമ്മൾ മൂത്രമൊഴിക്കുന്നത് ത്രൂ യൂറീത്ര. ഓക്കെ, നോക്കി വെക്കണേ. യെസ്. So structure of nephron. Each kidney has about 1 million nephron. 1 million is equivalent to 10 lakh, right? So അത്രത്തോളം ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് നെഫ്രോൺസ്, അരിപ്പകളുണ്ട്. നമ്മളെ വീട്ടിൽ ചായ കഴിക്കുമ്പോൾ നമ്മൾ അരിപ്പ ഉപയോഗിക്കുന്ന പോലെ നമ്മുടെ കിഡ്നിയിൽ ലക്ഷക്കണക്കിന് അരിപ്പകളുണ്ട്. ദിസ് ഈസ് ഫങ്ഷണൽ, സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി. Nephron. Never confuse nephron with a neuron. Neuron is different, nephron is different. So this is the structure of nephron. You can see the nephron here. ഇവിടെ നെഫ്രോൺ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ട്യൂബുലാർ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് നെഫ്രോൺ. ഇവിടെ ചന്ദ്രക്കല പോലെ കാണുന്ന ഈ കപ്പ് ലൈക്ക് സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്നത് ബൗമാൻസ് കാപ്സ്യൂൾ. ഈ ബൗമാൻസ് കാപ്സ്യൂളിന്റെ അകത്ത് ഒരു ബ്ലഡ് വെസലിന്റെ കെട്ട് കാണാം. ദിസ് ഈസ് കോൾഡ് ഗ്ലോമറുലസ്. ഓക്കെ, അപ്പൊ ഇവിടെ എഫറന്റ് ആർട്ടീരിയോൾ എന്ന് പറയുന്ന ഒരു വെസൽ ഉണ്ട്. അതിനകത്തൂടെ ബ്ലഡ് ഇങ്ങനെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ആയിട്ട് പോകും. ഇവിടെ വെച്ച് അൾട്രാ ഫിൽട്രേഷൻ സംഭവിക്കുന്നു. അവിടെ ഗ്ലോമറുലർ ഫിൽട്രേറ്റ് ഉണ്ടാവും. അതായത് ഗ്ലോമറുലർ ഫിൽട്രേറ്റ് എന്ന് പറയുമ്പോൾ വേസ്റ്റും ഉണ്ടാവും, ഉപയോഗമുള്ള വസ്തുക്കളും ഉണ്ടാവും. പിന്നീട് അതിനെ റീനൽ ട്യൂബ്യൂളിൽ വെച്ച് അബ്സോർബ് ചെയ്യുന്നുണ്ട്. നല്ല വസ്തുക്കളെ തിരിച്ച് ബ്ലഡിലേക്കും, ബ്ലഡിലുള്ള വേസ്റ്റ് മെറ്റീരിയൽ തിരിച്ച് ഇതിലേക്കും സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെലക്റ്റീവ് റീഅബ്സോർപ്ഷനും ട്യൂബുലാർ സെക്രീഷനും അവിടെ സംഭവിക്കും. ലാസ്റ്റ് റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ സംഭവിക്കും കളക്ടിംഗ് ഡക്റ്റിൽ വെച്ച്. അങ്ങനെ അവിടെ യൂറിൻ ഫോം ചെയ്യും. അപ്പൊ ഇതുപോലെ കളക്ടിംഗ് ഡക്റ്റ്, ഒരുപാട് കളക്ടിംഗ് ഡക്റ്റ് ഉണ്ടാവും. എല്ലാ 10 ലക്ഷത്തോളം അല്ലെ നമ്മൾ പറഞ്ഞു, അത്രയും നെഫ്രോണിൽ നിന്ന് വരുന്ന യൂറിനെ ലാസ്റ്റ് യൂറീറ്ററിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എക്സ്ക്രീറ്ററി പാത്വേ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് എന്താ? കിഡ്നിയിൽ എന്തുണ്ട്? നെഫ്രോൺസ് ഉണ്ട്. കിഡ്നിയിലെ നെഫ്രോൺസ്. അപ്പൊ റീനൽ ആർട്ടറിയാണ് ഈ ബ്ലഡിനെ കിഡ്നിക്കകത്തേക്ക് കൊണ്ടുപോകുന്നത്. സർക്കുലേഷൻ നടക്കുന്നുണ്ട് അല്ലെ. റീനൽ വെയിന് തിരിച്ച് പ്യൂർ ആയിട്ടുള്ള ബ്ലഡിനെ തിരിച്ചു കൊണ്ടുവരുന്നത് റീനൽ വെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ യൂറിൻ ഫോം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ യൂറിൻ യൂറീറ്റർ വഴി യൂറിനറി ബ്ലാഡറിലേക്കും തുടർന്ന് യുറിത്രയിലേക്കുമാണ് പോകുന്നത്.
ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? റെഡി. ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് പറയുമ്പോൾ കിഡ്നി ഫെയിലിയർ സംഭവിച്ചാൽ നമുക്ക് ഡയാലിസിസ് ചെയ്യേണ്ടി വരും അല്ലെ. ഒന്നുകിൽ റീപ്ലേസ് ചെയ്യാം കിഡ്നി, പുതിയൊരു കിഡ്നി വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഡയാലിസിസ് ചെയ്യണം. അപ്പോൾ ഡയാലിസിസിലൂടെ എന്താ സംഭവിക്കുന്നത്? വേസ്റ്റ് ലൈക്ക് യൂറിയ ആൻഡ് യൂറിക് ആസിഡ് ഈസ് റിമൂവ്ഡ് ബൈ പ്രോസസ് ഓഫ് ഡിഫ്യൂഷൻ. ഇവിടെ ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ സംഭവിക്കുന്നില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മെഷീനിലേക്ക് കടത്തി വിടുന്നു, ഡയാലിസിങ് ഫ്ലൂയിഡ് കൊടുക്കുന്നു, അവിടെ വേസ്റ്റ് സെപ്പറേറ്റ് ചെയ്യുന്നു, യൂസ്ഡ് ആയിട്ടുള്ള ഡയാലിസിസ് ഫ്ലൂയിഡ് പിന്നെ റിമൂവ് ചെയ്യുന്നു, പ്യൂർ ആയിട്ടുള്ള ബ്ലഡിനെ തിരിച്ച് നമ്മുടെ ബോഡിക്കകത്ത് തന്നെ കയറ്റി കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ഡയാലിസിങ് യൂണിറ്റ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഇവിടെ വരുന്നത്. പിന്നെ ഇവിടെ ഒരു എക്സ്ക്രീഷൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കൂടി വരുന്നുണ്ട്. പ്ലാന്റിലെ പ്രത്യേകിച്ച് എക്സ്ക്രീറ്ററി ഓർഗൻസും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ അവര് വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെ? ഗ്യാഷ്യസ് വേസ്റ്റ് ആയ CO2, H2O റിലീസ് ഡ്യൂറിംഗ് റെസ്പിറേഷൻ, O2 ഫോട്ടോസിന്തസിസ് ടൈം റിലീസ് ചെയ്യുന്നുണ്ട്. ദെൻ വേസ്റ്റ് സ്റ്റോർ ചെയ്യുന്നത് ഗമ്മ്, റെസിൻ, ലാറ്റക്സ്, നമുക്കറിയാം മരത്തിന്റെ പശയൊക്കെ കാണാമല്ലോ. പിന്നെ സൈലം, ഓൾഡ് സൈലത്തിലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. വേസ്റ്റ് പ്രോഡക്റ്റ് സ്റ്റോർ ചെയ്യുന്ന ലീഫ്, ഇലകളിലും ബാർക്കിലും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ ഇലകൾ പൊഴിയുമ്പോൾ ആ വേസ്റ്റ് പുറത്തേക്കും. പിന്നെ ട്രാൻസ്പിറേഷനിലൂടെ എക്സസ് വാട്ടറും പ്ലാന്റിൽ നിന്ന് റിമൂവ് ചെയ്ത് പോകുന്നുണ്ട്. സോ ചുരുങ്ങിയ സമയം കൊണ്ട് ലൈഫ് പ്രോസസ് എന്ന വലിയ ചാപ്റ്റർ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ പഠിച്ചെടുത്ത് കഴിഞ്ഞു. അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസുമായിട്ട് ഇനിയും ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരും. നിങ്ങൾ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നത് ഉറപ്പുവരുത്തുക. തുടർന്ന് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ.